25,800 820 മോള് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,200 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടൊരു ഹാപ്പി ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലില് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് കടക്കാം. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കഴിഞ്ഞ ആഴ്ച കിടില ഒരു മാർക്കറ്റായിരുന്നു. നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു മാർക്കറ്റ് വ്യക്തമായിട്ടൊരു ഡേ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നല്ല അപ്വേർഡ് റാലി വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ഇവിടെ കിടന്ന മാർക്കറ്റാണ്. നിങ്ങൾ നോക്കിയറിയാം, ഈ തിങ്കളാഴ്ച മാർക്കറ്റ് വന്നു, ഒന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പിന്നെ ഒന്ന് കയറ്റം, പിറ്റേ ദിവസം മൈനസ് ഒന്നെങ്കിൽ കൂടെ പിന്നെ അങ്ങോട്ട് കിടില വച്ചടി കയറ്റമുള്ള മാർക്കറ്റായിരുന്നു. കിടിലമായിട്ട് പറഞ്ഞാൽ നിഫ്റ്റി ആയാലും അതേപോലെ ബാങ്ക് നിഫ്റ്റി ആയാലും വച്ചടി കയറ്റമുള്ള മാർക്കറ്റായിരുന്നു. മിഡ് ക്യാപ്പിന് മാത്രം ഒരു അനക്കം ഇല്ലാത്തൊരു മാർക്കറ്റാണ്. അനക്കം എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ഒരു റേഞ്ച്, ഈ ഒരു 13,300 265 300ന്റെ ഭാഗത്ത് അവൻ്റെ ഒരു റെസിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എന്താണ് ഫയർ ഇൻ ദ ഹോൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫീൽ ദ ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് തരുന്നുണ്ട് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. കാരണം പല റിസൾട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ഷെയർ അടിച്ചിറങ്ങിയാൽ നല്ല രീതിയിൽ മാറും. ഇപ്പം സീരിയസിൽ അടിച്ചാൽ മിഡ് ക്യാപ്പിന്റെ റേറ്റ് മാറും, BSE അടിച്ചാൽ മാറും, പെർസിസ്റ്റന്റ് അടിച്ചാൽ മാറും. അങ്ങനെയുള്ള കുറച്ച് വെയിറ്റേജ് ഉള്ള സ്റ്റോക്സുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഒന്നും മാൻഡേറ്ററി ആയിട്ടൊരു മൂവ്മെന്റ് അല്ല. പക്ഷെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഈ വീക്കില് അടിപൊളി അടാറ് മൂവ്മെന്റ് തന്ന ഒരു ദിവസവും കൂടെ ആയിരുന്നു, വീക്കായിരുന്നു നമ്മളിപ്പം കടന്നുപോയി. അപ്പൊ എല്ലാവർക്കും ഞാനിപ്പോ ഒരു കാര്യം ആദ്യം അനൗൺസ് ചെയ്യാനുള്ള കാര്യം, ദീപാവലിക്ക് ഇപ്പൊ നിങ്ങൾ ഗോ ചാർട്ടിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 45% ആനുവൽ ഓഫ്സ് ഉണ്ട്. നിങ്ങൾ അതിന്റെ കൂടെ എന്റെ ഗ്രേറ്റ് ഈഗിളിന്റെ ഒരു ലിങ്ക് ഞാൻ ഇതിലേക്ക് കൊടുത്തേക്കാം. ആ ഗ്രേറ്റ് ഈഗിളിന്റെ ലിങ്ക് കൊടുക്കുമ്പോൾ ഗോ ചാർട്ട് അതുവഴി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ വില ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തരും. സോ ഇപ്പൊ ആൾറെഡി ദർ ഇസ് എ 45% ഓഫ് ഓൺ എന്താണ് ആനുവൽ പ്ലാൻസിൽ ഉണ്ട്. സോ യു ക്യാൻ ട്രൈ ദാറ്റ്. നിങ്ങൾക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വിത്തൗട്ട് സിസ്റ്റം വിത്തൗട്ട് സർവർ നിങ്ങൾക്ക് ഒരു വെബ് ബൈസ്ഡ് ഒരു പ്ലാറ്റ്ഫോം ഓർഡർ ഫ്ലോയ്ക്കും മാർക്കറ്റ് പ്രൊഫൈലിനും വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ദിസ് എന്താണ് ദീപാവലി ഓഫർ. നമ്മളെ ബാക്കി നമ്മൾ പറഞ്ഞ മലയാളികൾ പറയും ദീപാവലി എന്ന് പറയും, പക്ഷെ ദീപാവലി ഓഫറിൽ നിങ്ങൾക്ക് എടുക്കാം. അതിന്റെ കൂടെ ഗ്രേറ്റ് ഈഗിൾ എന്നൊരു കോഡ് ക്യാപിറ്റൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ആ ഒരു വേറെ എന്തെങ്കിലും എക്സ്ട്രാ വില അവർക്ക് തരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവർ തരും. ഓക്കെ, അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ലിങ്ക് വഴി നിങ്ങൾക്ക് എടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ എടുക്കാം. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് കഴിഞ്ഞ ഒരു വീക്കിലി ഒരു വ്യൂ ആണ്. വീക്കിലി എന്ന് പറയുമ്പോൾ പക്ക നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീക്കിലി ഒരു ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു എന്തുവാണ്, ഒരു വീക്കിലി വ്യൂ എന്ന് പറയുമ്പോൾ പക്ക പറയണമെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു ന്യൂട്രൽ ഡേ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. സോ കഴിഞ്ഞ വീക്കിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് ന്യൂട്രൽ സ്ട്രീം അപ്പൊക്കെ പോയ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങി കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂട്രൽ വീക്ക് ആയിട്ടുമാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 13,171ന്റെ ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ ക്ലോസിംഗ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ ഇനി നമുക്കൊരു ഫ്രഷ് ഡിമാൻഡ് സോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐദർ നമുക്ക് എന്ത് ചെയ്യണം, മിഡ് ക്യാപ്പ് ഈ 13,250 എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ നിന്നാൽ മാത്രമേ ഒരു അപ്വേർഡ് മൊമെന്റം വരാനും, ആ അപ്വേർഡ് മൊമെന്റം എങ്ങോട്ട് പോവാം, നമുക്ക് 13,302 അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 13,541 എന്ന് പറഞ്ഞ ഈ ഒരു ഹൈയുടെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് കൂടുതലായി. സോ മാർക്കറ്റ് പുതിയ ഹൈ അടിക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചു, സെൻസെക്സ് ഓൾ ടൈം ഹൈ അടിച്ചു. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ 13,250 60 മുകളിൽ അവൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസിംഗ് വരെയാണെങ്കിൽ ഈ പറഞ്ഞ 13,540 600ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇനി എനിക്കൊരു ബൈയിങ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ 13,000 ഭാഗത്ത് മിഡ് ക്യാപ്പിനൊരു സ്ട്രോങ് സപ്പോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് പൊട്ടുകയാണെങ്കിൽ ഡേഞ്ചറസ് ആയിട്ട് ഒരു മൂവ്മെന്റ് വരാം. അത് നമുക്ക് എവിടെ വരെ വേണമെങ്കിൽ വരാം, 12,586ന്റെ ഭാഗത്തേക്ക് വരാം. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ മൂവ്മെന്റ് മാർക്കറ്റിൽ എന്നെ സംബന്ധിച്ച് ഈ 13,000 എന്ന് പറയുന്ന സപ്പോർട്ട് മിഡ് ക്യാപ്പിൽ ഒരു എന്തുവാണ്, ഒരു ലക്ഷ്മണ രേഖയായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും.
ഇനി ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ വീക്ക് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു ബാങ്ക് നിഫ്റ്റി. അപ്പം POC നിൽക്കുന്ന 56,569 ഭാഗത്തും നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 57,689 ഭാഗത്തുമാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ബാങ്ക് നിഫ്റ്റി ഈ 57,400 ഭാഗത്തേക്കൊക്കെ എൻ്റർ ആവുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ഇവിടെ കണ്ടൊരു ഓട്ട കിടപ്പുണ്ട്. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് പ്രൊഫൈലിലെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഓട്ടകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അൺട്രേഡഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എന്താണ് ഒരു അനോമലിയാണ്. ഇപ്പൊ ഈ അനോമലീസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ താഴെ കയറാം. സോ 57,400 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ, 390 എന്ന് പറഞ്ഞ ഏരിയ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം വീക്കിലേക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് മാർക്കറ്റ് എൻ്റർ ആവുമെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി വളരെ കൂടുതലാണ്. അതിന് താഴെ 56,000 എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ 56,000 എന്ന് പറഞ്ഞൊരു ബേസ് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി 57,000 ഈ ലെവലിൽ മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്താണ് ബാങ്ക് നിഫ്റ്റി പുതിയ ആൾ ടൈം ഹൈയിലേക്ക് പുതിയ ഹൈയിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. കാരണം എല്ലാ പ്രതിബന്ധങ്ങളും ഭേദിച്ചു. അതായത് 57,636 എന്ന് പറഞ്ഞ ആ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ഭേദിച്ചാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ HDFC ബാങ്ക് റിസൾട്ട് വരാനുണ്ട്, ICICI ബാങ്ക് റിസൾട്ട് വരാനുണ്ട്. ഇതൊക്കെ പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി പുതിയ ഉയരങ്ങൾ തേടി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,540 എന്ന് പറഞ്ഞ ഒരു 530 എന്ന് പറഞ്ഞ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 25,530 മാർക്കറ്റ് വീണ്ടും വരികയാണെങ്കിൽ തിരിച്ചെത്തുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് 25,200 എന്ന് പറഞ്ഞ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസ് കൂടുതലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പൊ 25,000 എന്ന് പറഞ്ഞൊരു സ്ട്രോങ് ബേസ് ആയിട്ട് മാറി. നമ്മൾ നേരത്തെ 24,600 എങ്ങനെയാണോ ആക്ട് ചെയ്തത്, ഇപ്പോൾ 25,000 എന്ന് പറഞ്ഞൊരു സ്ട്രോങ് ബേസ് ആയിട്ട് വീക്ക്ലി ബേസിസിലേക്ക് നിഫ്റ്റിയിലേക്ക് ഒരു എന്താണ് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. മാർക്കറ്റിന്റെ ബേസ് ഷിഫ്റ്റ് ചെയ്ത് 20,000 ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ വീക്ക്ലി ബേസ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കഴിഞ്ഞ ജൂലൈയിൽ നമ്മൾ ഈ ഭാഗത്ത് 25,662 ഭാഗത്തേക്ക് വന്ന് അതിന് മണ്ടയിലാണ് നമ്മൾ ക്ലോസ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇയറിന്റെ ഹയസ്റ്റ് ക്ലോസിംഗിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റി ഇനി നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ, ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ. ഏതാണ്? കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഒക്ടോബർ മാസം നമ്മളെ മാർക്കറ്റ് അടിച്ചിറങ്ങിയ ഏരിയ. സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഒക്ടോബർ നമ്മൾ അടിച്ചിറങ്ങിയില്ല മാർക്കറ്റ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 25,660 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POC 25,790 എന്ന് പറഞ്ഞ POCയുടെ ഭാഗത്തേക്ക് അവൻ വരാം. അതായത് 13 സെപ്റ്റംബർ വീക്കിന്റെ ആ POCയുടെ ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ ടൈം ഹൈ ആയ 26,500 അല്ല 26,300 26,000 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 25,660 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,000 അതിന് മുകളിൽ 26,300 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അതാണ് ഞാൻ തമ്പനയിൽ പറഞ്ഞത് നിഫ്റ്റി 26,000 വരുമോ എന്ന് ചോദിച്ചുള്ള ആ ഒരു ക്യാപ്ഷന്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി പറഞ്ഞത് എന്താണ്? നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 25,440 530 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞു പോയ ന്യൂട്രൽ എക്സ്ട്രീംസിന്റെ വീക്കിന്റെ POC നമ്മൾ ഏറ്റവും വോളിയം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് തിരിച്ചൊരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു വീക്കിലിയുടെ ഒരു ഔട്ട്ലുക്ക്. സോ നിഫ്റ്റിക്ക് 25,540 സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. ബാങ്ക് നിഫ്റ്റിക്ക് 57,390 സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. മിഡ് ക്യാപ്പിന് 13,000 സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. ഇത് മൂന്നും പൊട്ടുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് എന്ത് ചെയ്യുള്ളൂ? തിരിച്ച് വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലുള്ള ഞാൻ പറഞ്ഞ ഡയലോഗ് എപ്പോഴും വീണ്ടും ഇവിടെ ആക്റ്റീവ് ആവുള്ളൂ. ആസ് ലോങ് ആസ് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇഞ്ചപ്പ് ചെയ്ത് പയ്യെ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആയിരിക്കും മാർക്കറ്റിൽ കാണുന്നത്. നമുക്ക് നോക്കേണ്ടത് ഇനി നമ്മുടെ ഡെയിലി വ്യൂയിലേക്ക് പോവാം. സോ ഇതാണ് എൻ്റെ ഒരു വീക്കിലി വ്യൂ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഡെയിലിയുടെ വ്യൂയിലേക്ക് നമുക്ക് കടക്കാം. സോ നിഫ്റ്റി ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു ഫ്രൈഡേ. നമുക്ക് മിഡ് ക്യാപ്പിൽ നിന്ന് തുടങ്ങാം ആദ്യമായിട്ട്. സോ മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് സംഭവിച്ചത്. പക്ഷേ അവൻ മുകളിലോട്ട് പോയി ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നു. മാർക്കറ്റ് ഡി ടൈമിലെ ഡയറക്ഷൻ ഫെയിലർ ആയിട്ട് അവൻ ഒരു ഡി ഫെയിലർ തന്ന് താഴേക്ക് ഇറങ്ങി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ POC വന്നേക്കുന്ന 13,243 ഭാഗത്താണ് POC. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മിഡ് ക്യാപ്പില് ആ ഒരു POC ഞാനൊന്നും മാർക്ക് ചെയ്ത് വെക്കാം. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള POC എന്താണ്?
13,243 ഭാഗത്താണ് POC. ഞാൻ ആ POC ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എത്രയാണ്? 13,243 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള POC. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ആ 30 മിനിറ്റ് ചാർട്ട് എടുത്തു. ഇനി എന്ത് ചെയ്തു? മിഡ് ക്യാപ്പിന്റെ POC ഒന്ന് വരയ്ക്കാം. 13,243 ഭാഗത്തേക്കാണ് POC. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ POC, വ്യാഴത്തെ POC 263 ആയിരുന്നു. ഇപ്പം 243 ഭാഗത്തേക്ക് വന്നു. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ, ഇന്നലത്തെ ഹൈ അല്ലെങ്കിൽ ഈ 13,291 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. അപ്പം ഇന്നലത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ അപ്പോൾ ലെവൽ ടാർഗറ്റിന് ഒരു മാറ്റവും ഇല്ല. 13,326, 13,374, 13,418 അപ്പോൾ ടാർഗറ്റ്. ഇനി ആകെപ്പാട് അവൻ ഡൗൺവേർഡ് ടാർഗറ്റ്. ഇപ്പൊ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ അപ്സൈഡ് ഒരു ട്രിഗർ ഒന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി മിഡ് ക്യാപ്പ്. പക്ഷേ ബെയറിഷ് റെഫറൻസ് പൊട്ടി അവ എന്ത് ചെയ്തു? ഫസ്റ്റ് ടാർഗറ്റും ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റും മിഡ് ക്യാപ്പിൽ ടാർഗറ്റ് കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് മുകളിൽ അപ്പർ സൈഡ് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ലോവർ സൈഡ് ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് അത് ഫസ്റ്റ് ടാർഗറ്റും ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റും കൂടെ ഹിറ്റ് ആയ ഒരു ദിവസമാണ് മിഡ് ക്യാപ്പിന് വെള്ളിയാഴ്ച സംഭവിച്ചത്, ഇന്നലെ സംഭവിച്ചത്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് ബെയറിഷ് റെഫറൻസ് ഒന്ന് മാറ്റം വരണം. അപ്പം യൂഷ്വലി നമ്മളെ സംബന്ധിച്ച് ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 13,108 താഴെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? ഇനി ഒരു ഫ്രഷ് സെല്ലിനെ കുറിച്ച് 13,108 താഴെ മാത്രമേ ഒരു ഫ്രഷ് സെല്ലിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അത് ഇന്നലത്തെ കഴിഞ്ഞ 14 ട്യൂസ്ഡേയുടെ POC 13,045 ഭാഗത്തേക്ക് വരാം. അത്രയാണ് 13,045 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു എത്രയാണ്? 13,000 എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അത് ആ 13,000 കൂടെ പൊട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് വരും? 12,955 ഭാഗത്തേക്ക് വരാം. അത്രയാണ് 12,955 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 13,108 പൊട്ടുകയാണെങ്കിൽ അവൻ താഴേക്ക് ഇറങ്ങി 13,045, 13,000, 12,955 ഭാഗത്തേക്കും വരാം. ഇല്ല, ഫ്രൈഡേയുടെ ഹൈ പൊട്ടുകയാണെങ്കിൽ ഫ്രഷർ മൂവ്മെന്റ് അപ്പ് സൈഡിലേക്ക് വരാനും അത് 13,326, 13,374, 13,418 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി സ്മൂത്ത് ആയിട്ട് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്നു. സ്മൂത്ത് ആയിട്ട് തന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് അവന്റെ POCകൾ എവിടെ, അവന്റെ ബുള്ളിഷ് റെഫറൻസുകൾ എവിടെ, അതൊക്കെ ബാക്കി ബെയറിഷ് റെഫറൻസ് എങ്ങോട്ട് ഇനി മാറ്റണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം മിഡ് ക്യാപ്പിനെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള POC എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്, ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. POC വന്നിരിക്കുന്നത് 57,662 ഭാഗത്താണ് POC. 57,662 ഭാഗത്താണ് POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 57,800 മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുള്ളൂ. അത്രയും 57,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രഷ് ബൈ. അത് നമുക്കൊരു ബിഗ് റൗണ്ട് നമ്പർ എന്ന നിലയിൽ 57,955 ഭാഗത്തേക്ക് പോകും. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മറ്റുള്ള ഭാഗമാണ്. അതിന് മുകളിൽ 58,074 ഭാഗത്തേക്കും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 58,246 ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 57,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 57,955, 58,074, 58,246 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരും. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ഒരു സെറ്റപ്പ് ആണ്. സോ അത് വ്യക്തമായി നിങ്ങളൊന്ന് ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് സെല്ലിങ്. ഞാൻ പറഞ്ഞു 57,390 കട്ട് ചെയ്യണമെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. എത്രയാണ് ഞാൻ പറഞ്ഞല്ലോ, വീക്കിലിക്ക് വളരെ ഇമ്പോർട്ടന്റ് റെഫറൻസ് ആണ്. സോ 57,390 കട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് 57,135 അതായത് വ്യാഴാഴ്ചത്തെ POCയുടെ ഭാഗത്തേക്ക് വരാം. 57,135 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ 57,000 എന്ന് പറഞ്ഞൊരു ബിഗർ റൗണ്ട് നമ്പർ ഉണ്ടല്ലോ, ആ ഒരു റൗണ്ട് നമ്പർ ആക്ട് ചെയ്യും 57,000 ഭാഗത്തേക്ക് വരാനും. അതിന് താഴെ നിൽക്കുമെങ്കിൽ 56,812 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടും. ചുരുക്കി പറഞ്ഞാൽ 57,390 പൊട്ടുമെങ്കിൽ 57,735, 57,000, 56,812 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയാണ് നമ്മുടെ ഭീമൻ എന്ത് തരും നോക്കണല്ലോ. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു ഫ്രൈഡേ വന്നത്. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഡേ ടൈപ്പ് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC എക്സാക്ട് POC അവിടെയാണ് ക്ലോസ് ചെയ്യുക. 25,692.8 ഭാഗത്താണ് POC. അവിടെ തന്നെയാണ് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം,
ആ POC എന്നെടുത്ത് മണ്ടേ കൊണ്ടുപോകാം. 25,698 ഭാഗത്താണ് POC. ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചു. അവിടെ തന്നെയാണ് അവന്റെ ക്ലോസിംഗ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എവിടെയായിരിക്കും. ഇനി ഫ്രഷ് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ 25,780 മുകളിൽ മാത്രമേ ഞാൻ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് 25,780 മുകളിൽ മാത്രമേ ഞാനൊരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ആ ഫ്രഷ് ബൈ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലെവൽ ഏതാണ് ഞാനിപ്പോൾ ഗോ ടു അടിച്ച് കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ ഇരുന്നല്ല ഭാഗത്തേക്ക് പോയത് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പം ഒക്ടോബർ മാസം അടിച്ചതിന് ശേഷം ഇങ്ങനെ ഗോ ടു അടിച്ചു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ അപ്ലൈ കൊടുത്ത് ഒന്ന് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പഴയ ആ ഭാഗത്തേക്ക് പോകും. ഇവിടെ കണ്ടോ 17,787 മുകളിൽ മാത്രമേ ഞാൻ 25,787 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് നിൽക്കുന്നുള്ളൂ. ആ ബൈ ഫസ്റ്റ് എങ്ങോട്ട് പോകും? 25,000 നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ബൈ ഫസ്റ്റ് 25,824 ഭാഗത്തേക്ക് പോകും. 25,824 ഭാഗത്തേക്ക് ഫസ്റ്റ് അടുത്ത് നിൽക്കുന്നു. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 25,920 എത്രയാണ്? 25,920 ഭാഗത്തേക്ക് 25,900 ഭാഗത്തേക്ക് പോവാം. അതൊരു റൗണ്ട് നമ്പർ അറ്റാക്ക് ചെയ്യും. ആ 25,900 ടച്ച് ചെയ്താൽ 25,972 ഭാഗത്തേക്ക് പോവാം. എത്രയാണ്? 25,972 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോളൂ, ഈ 787 900 ഭാഗത്ത് 25,900 മുകളിൽ മാർക്കറ്റ് 787 ഈ ഒരു പ്രൊഫൈൽ കട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 26,200 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 25,800 820 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,200 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് ഞാൻ എന്ത് ചെയ്തു, അപ്പർ ലെവൽ ടാർഗറ്റുകൾ നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിച്ചു തന്നു. ഇനി നോക്കേണ്ടത് ബെയറിഷ് റെഫറൻസ്. സോ 25,550 പൊട്ടിയാൽ നമുക്ക് സെല്ലിംഗ് എടുക്കാം. എത്രയാണ്? 25,550 പൊട്ടിയാൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് നമുക്ക് ഫസ്റ്റ് വരുന്നത് 25,500 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 25,500 അത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് അറ്റാക്ക് ചെയ്യാം. അതിനുശേഷം ഇന്നലത്തെ POC 25,445 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 25,450 445 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,000 എത്രയാണ്? 25,380 ഭാഗത്തേക്ക്. എത്രയാണ്? 25,380 ഭാഗത്തേക്ക്. എത്രയാണ്? 25,380 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടും. ചുരുക്കി പറഞ്ഞാൽ 25,550 പൊട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കുറെ റെഫറൻസ് ലെവൽ ടച്ച് ചെയ്യാനുണ്ട്. ആ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. സോ ഞാനൊരു വീക്ക്ലി വ്യൂ പറഞ്ഞു, ഡെയിലി വ്യൂ പറഞ്ഞു, ഓവറോൾ സ്ട്രക്ചർ മാർക്കറ്റിൽ പറഞ്ഞു. റിലയൻസിന്റെ റിസൾട്ട് വന്ന് എന്നെ സംബന്ധിച്ചൊരു ഓക്കെ റിസൾട്ടാണ്. അങ്ങനെ ഒരു ഞാനത് നെഗറ്റീവ് റിസൾട്ടായിട്ട് കണക്കാക്കുള്ളൂ. കാരണം റിലയൻസിന്റെ GRM മാർജിൻ വളരെയധികമായിട്ട് കോൺട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. റിലയൻസിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈ അടുപ്പിച്ചൊക്കെ നിൽക്കുകയാണ്. സോ മാർക്കറ്റ് അത് എങ്ങനെ ബിഹേവ് ചെയ്യും, റിലയൻസ് വീണ്ടും ഇവിടെ നിന്ന് അടിക്കുമോ, ഇതൊക്കെ നോക്കണം. ഇന്ന് വരാൻ പോകുന്ന HDFCയിലെ റിസൾട്ട് നമുക്ക് നോക്കണം, ICICI ബാങ്കിന്റെ റിസൾട്ട് നോക്കണം. ഇതെല്ലാം മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ്. കാരണം ഈ റിലയൻസ്, HDFC, ICICI ഈ മൂന്ന് ഭീമന്മാരും വിചാരിച്ചാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മുന്നോട്ട്, റിലയൻസും HDFCയും ICICI വിചാരിച്ചാൽ നിഫ്റ്റി മാറാനും, HDFC ICICI വിചാരിച്ചാലും ബാങ്ക് നിഫ്റ്റിയും മാറ്റാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ മൂന്ന് റിസൾട്ടും കൂടെ ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ ലെവലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമെങ്കിൽ ആക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും വീഡിയോ കാണുക. എല്ലാവർക്കും ഹാപ്പി ദീപാവലി ആശംസകൾ. ക്രിയേറ്റീവിന്റെ കോഡ് വച്ച് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇത് കൊടുത്തേക്കാം, റെഫറൽ കോഡ് കൊടുത്തേക്കാം. അത് വെച്ച് നിങ്ങൾക്ക് ദീപാവലി ഓഫർ അക്യൂർ ചെയ്യാം ഗോ ചാർട്ടിങ്ങിന്റെ. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.